സുഹൃത്തുക്കളെ, ഈ അവസരത്തിൽ എല്ലാവരും ഒരു കാര്യം പറയാൻ പോവുകയാണ്. എൻ്റെ മകൻ സിദ്ധാർത്ഥ് രാജശേഖരൻ സമുദ്ര ഗ്രൂപ്പ്സിൻ്റെ പുതിയ ചെയർപേഴ്സണായി സ്ഥാനമേൽക്കുന്നതായിരിക്കും. സിദ്ധു ഞെട്ടി രാജശേഖരനെ നോക്കി. അവൻ ചലനമില്ലാതെ നിൽക്കുകയായിരുന്നു. അവൻ അമർഷവും സങ്കടവും നിരാശയും ദേഷ്യമൊക്കെ ഒരുപോലെ വന്നു. മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൻ രാജശേഖരനെ നോക്കി. അപ്പോൾ ഇതിനായിരുന്നല്ലേ എന്നെക്കൊണ്ട് ഈ കൂമാളി വിഷയ്ക്ക് കിട്ടിച്ചത്? ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. സിദ്ധു നിർമ്മലയെ നോക്കി പറഞ്ഞപ്പോൾ നിർമ്മല അവനെ നോക്കി കണ്ണു ചിമ്മി. നിർമ്മലയുടെ മനസ്സിൽ അപ്പോൾ വല്ലാത്തൊരു കുളിരായിരുന്നു. സ്വന്തം മകനെ മാറ്റി നിർത്തി കഴിവുകെട്ടവനാക്കി മാറ്റി സന്ധ്യയുടെ വളർത്തുമകനെല്ലാം സ്വന്തമാക്കി അനുഭവിക്കുമ്പോൾ അവരുടെ അമ്മ മനസ്സ് അത്രത്തോളം വേദനിക്കുന്നുണ്ടായിരുന്നു. വിഷവലിഞ്ഞു മുറുകിയ മുഖത്തോട് അവിടെ നിന്നു. സന്ധ്യ അടി കിട്ടിയതുപോലെ നിന്നുപോയി. ഏട്ടാ, എന്താ ഇത്? അപ്പൊ വിഷയോ? സന്ധ്യ ദേഷ്യത്തോട് ചോദിച്ചു. രാജശേഖരൻ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഇത്രയും കാലം ഇവനല്ലേ എല്ലാം നോക്കി നടത്തിയത്. ഇനി കുറച്ചു നാള് അവനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അല്ലെങ്കിലും ആജീവനാന്തം കമ്പനി വിഷയം ഏൽപ്പിച്ചതില്ലല്ലോ. സിദ്ധുവിന് ഇതിലൊന്നും താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് ഇനിയെല്ലാം യഥാർത്ഥ അവകാശിയുടെ കയ്യിൽ തന്നെ വന്നു ചേരട്ടെ. പൊതുസഭയിൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടതുപോലെ താൻ നഗ്നാണെന്ന് വിഷയ്ക്ക് തോന്നി. അപമാനവും സങ്കടവും നിരാശയും അവരിൽ പകയുടെ പുതിയ വിത്തുകൾ മുളച്ചു. ഞാനൊന്നും അറിയില്ലെന്ന് കരുതത് വിഷ. ഇവിടെ വെച്ച് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട്. അതൊക്കെ വീട്ടപ്പെട്ട് നമുക്ക് സംസാരിക്കാം. സിദ്ധു, ഇനി മുതൽ സമുദ്ര ഗ്രൂപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് നീയാണ്. ഇനിയും എതിര് പറയാനാണ് നിന്റെ ഭാവമെങ്കിൽ ഈ അച്ഛനെ നീ മറന്നേക്കും. സിദ്ധു നിസ്സഹായനായി രാജശേഖരനെ നോക്കി. അവനൊന്നും മിണ്ടാതെ കാറിൽ കയറി വീട്ടിലേക്ക് പോയി. നിർമ്മല സന്ധ്യ പുച്ഛത്തോടെ നോക്കി. ഈ അപമാനം ഞാൻ പൊറുക്കില്ല മാം. അവൻ അധിക നാൾ അവിടെ തുടരില്ല. എല്ലാം തിരികെ എന്നിൽ തന്നെ വന്നു ചേരും. ഒപ്പം അവന് വേണ്ടി ഇവരെല്ലാവരും കണ്ടുവച്ച പെണ്ണും. സിദ്ധു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. മുറിയിൽ കയറി വാതിലടിച്ചു. അവൻ നന്ദനെ വിളിച്ചു. കുളി കഴിഞ്ഞ് തല തുവർത്തിക്കൊണ്ട് നിന്ന നന്ദൻ കോളെടുത്തു. സിദ്ധു, റിസപ്ഷൻ കഴിഞ്ഞോടാ? ഇല്ലടാ, ഞാനിങ്ങ് പോന്നു. സിദ്ധുവിൻ്റെ സ്വരത്തിലെ മാറ്റം നന്ദന് മനസ്സിലായി. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സിദ്ധു എല്ലാം അവനോട് പറഞ്ഞപ്പോൾ നന്ദൻ ചിരിച്ചു പോയിരുന്നു. മനുഷ്യൻ ടെൻഷൻ കയറി ചാവാറായി. വിളിച്ചപ്പോൾ നീ കിടന്ന് കിണിക്കുന്നടാ കോപ്പേ. സിദ്ധു ദേഷ്യത്തിൽ നന്ദനോട് ചോദിച്ചു. ഞാൻ പിന്നെ എന്താണ് ചെയ്യണ്ടേ? ഷോ, ഞാൻ അവിടെ ഇല്ലാതായി പോയില്ലടാ. അവൻ്റെ കൊമ്പൊടിഞ്ഞ മുഖം കൂടെ എനിക്ക് കാണണമായിരുന്നു. എന്തായാലും നന്നായി. ഇനിയെങ്കിലും നീ തെളിച്ച് കാണിച്ചു കൊടുക്ക് സിദ്ധു. അവനേക്കാൾ ഉയരം നിനക്ക് കഴിയുമെന്ന്. എനിക്ക് പറ്റില്ലടാ. ഞാൻ അങ്ങോട്ട് വരാൻ പോകുക. നീ ഇങ്ങോട്ടൊന്ന് വന്നേക്കല്ലേ പൊന്നു. നിന്റെ അമ്മനെ വീട്ടിൽ കയറി തല്ലും. നിനക്കിപ്പോ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ദേവനോട് തല്ലുവിടാനോ അതോ ടീച്ചറെ കാണാനോ? അവൻ്റെ കുസൃതി നിറഞ്ഞ ചോദ്യത്തിൽ സിദ്ധിൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ് വീണു. ഒരുപക്ഷെ ഇനി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആ മുഖമായിരിക്കില്ലേ? സിദ്ധു ഒന്ന് തലകുടഞ്ഞു. പെരുമ്പാമ്പിനാൽ ഇറുകിയ ഇരയെപ്പോലെ അവന് അസ്ഥികൾ വലിഞ്ഞു മുറുകി പൊട്ടുന്ന പോലെ തോന്നി. അവരോടൊപ്പം തന്നെ തിരികെ പോയാൽ മതിയെന്ന് അവൻ ഓർത്തുപോയി. സിദ്ധു ഫോൺ കട്ട് ചെയ്തു അസ്വസ്ഥനായ ബെഡിൽ മലർന്നു കിടന്നു. കണ്ണടച്ചപ്പോൾ നിറയെ കൺപീലികൾ നിറഞ്ഞ പൂച്ചക്കണ്ണുകൾ അവൻ്റെ ഉൾക്കാഴ്ചയിൽ തെളിഞ്ഞു വന്നു. രാവിലെ ഉറക്കണേറ്റു ഉമ്മറത്തേക്കെറിയ നന്ദന് രാവിലെ ആഹാരവുമായി വരുന്നുവായിരുന്നു ദേവു. ഇതെന്ത് ദേവു രാവിലെ? മസാല ദോശ നന്ദേട്ടാ. രാവിലെ നീ നന്ദന ഉണ്ടാക്കില്ലെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ തന്നു വിട്ടതാ. ചൂടോടെ കഴിക്കുക. ദേവു പ്ലേറ്റ് എടുത്ത് അതിൽ വെച്ച് കൊടുത്തു. നല്ല ചൂടായിരുന്നു. ഏലക്ക ചായയും സാവിത്രി കൊടുത്ത് വിട്ടിരുന്നു. അരത്തണലിരുന്ന് നന്ദൻ ആസ്വദിച്ച് കഴിച്ചു. അവൻ കഴിക്കുന്നതിൻ്റെ തൊട്ടടുത്തായി ദേവിരിപ്പുണ്ടായിരുന്നു. കഴിച്ചിട്ട് പാത്രവുമായി പോകാനായിരുന്നു അവളുടെ ഉദ്ദേശം. ഇന്നലെ അവിടെ നിന്ന് അയാൾ ആരാ? നന്ദൻ കഴിക്കുന്നിടയിൽ അവളോട് ചോദിച്ചു. ഓ, അത് മാമനാ, അമ്മയുടെ ചേട്ടൻ. വല്ലാത്ത സാധന. സമയം കിട്ടിയാൽ ഞങ്ങളെപ്പറ്റി കുറ്റം പറയാൻ നേരുള്ളൂ. പെണ്ണുങ്ങൾ അങ്ങയുടെ അടുത്ത് വരില്ല. ദേവ് താല്പര്യമില്ലാതെ പോലെ പറഞ്ഞു. അയാൾ പേര് എന്തെങ്കിലും പറഞ്ഞു? ഏയ് ഇല്ല, ചേച്ചി ഞങ്ങൾക്ക് കുറച്ചുകൂടി പേടിയുണ്ട്. ഇപ്പോൾ അവിടെ ഇല്ല, എവിടെ പോയിട്ടുണ്ട്. നന്ദൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ ദേവ് പാത്രമെടുത്ത്. ഞാൻ അത് കഴിക്കോളാം ദേവു, അവിടെ വെച്ചേക്ക്. സാറില്ല നന്ദേട്ട, ഞാൻ കൊണ്ടുപോയി കഴുകാം. വേറൊരു ലോഡ് അമ്മ വായിട്ടിട്ടുണ്ട് കഴുകാൻ. അവൾ മുഖം വീർപ്പിച്ച് പറഞ്ഞപ്പോൾ നന്ദ ചിരിച്ചു പോയി. നന്ദേട്ട, സിദ്ധേട്ടൻ എപ്പോൾ വരും? അവളുടെ മുഖത്ത് ആകാംക്ഷ കണ്ട് അവൻ്റെ മനസ്സിൽ അലിവ് തോന്നി. അവനിങ്ങോട്ട് വരുമെന്ന് തോന്നില്ല. അമ്മ അവനെ ലോക്കാക്കി. നാളെ മുതൽ കമ്പനിയുടെ ഭാരമവൻ ചുമക്കേണ്ടത് അവനാ. അവൾ മനസ്സിലാവാതെ നിൽക്കുന്ന കണ്ട് നന്ദൻ അവൾ നോക്കി. സിദ്ധുവിനെ അമ്മാവൻ കമ്പനിയുടെ ചെയർപേഴ്സൺ ആക്കിയെന്നും പറഞ്ഞ് അവൻ എന്നെ വിളിച്ചു. പാവം, ഒരുപാട് ഓടി രക്ഷപ്പെടാൻ നോക്കിയതാ. അവസാനം പിടി വീണു. ദേവിന്റെ മുഖം വാടിയിരുന്നു. എനിക്കറിയാം സിദ്ധു ദേവിനോട് നല്ല കൂട്ടാണെന്ന്. പക്ഷെ ഇതിപ്പോ ആവശ്യമാണ് ദേവു.
ജീവിതത്തെക്കുറിച്ച് അവനൊരു ചിന്തയുമില്ല. ഇങ്ങനെ അലസമായി നടക്കാനാണ് അവന് താല്പര്യം. ആവശ്യ ഔദാര്യം പോലെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് ഒരു മാസത്തെ അവൻ്റെ ചെലവ്. അർഹതപ്പെട്ടത് വേറൊരുത്തൻ പിച്ചയായി കൊടുക്കുന്നത് വാങ്ങി ഇങ്ങനെ ജീവിക്കുന്ന എന്തിനാ? ഉപദേശിച്ചു മടുത്തു. ഇനിയെങ്കിലും അർഹതപ്പെട്ടത് അന്തസ്സായി അവൻ ജീവിക്കട്ടെ. നന്ദൻ എന്താ ടീച്ചിങ് തിരഞ്ഞെടുത്തേ? ഏട്ടന് അവിടെ അവകാശമൊന്നും ഇല്ലേ? ഉണ്ട്, ഒരു ഷെയർ എൻ്റേതാ. പക്ഷേ എനിക്കതിലൊന്നും താല്പര്യമില്ലായിരുന്നു. എനിക്ക് അധ്യാപകനാവാനായിരുന്നു ഇഷ്ടം. അമ്മയും അച്ഛനും പോയപ്പോൾ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അതാ ട്രാൻസ്ഫർ വാങ്ങി ഇങ്ങ് പോകുന്നത്. മാസാമാസം എൻ്റെ ഷെയറിൽ നിന്നുള്ള ലാഭവിഹിതം അമ്മാവൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് ചിലവാക്കാറില്ല. അതവിടെ കിടക്കട്ടെ. നാളെ എനിക്കൊരാൾ കൂട്ടായി വരുമ്പോൾ ആവശ്യം വരുമല്ലോ. ഒരു ചെറു ചിരിയോടെയാണ് അവനത് പറഞ്ഞത്. നന്ദേട്ടന് എത്ര വയസ്സായി? 30 തികഞ്ഞു. മൂക്കിൽ പല്ല് വരാറായി. പോയി പെണ്ണ് കിട്ടും നന്ദേട്ട, ദേവ് ചിരിയോടെ പറഞ്ഞു. സമയമാകുമ്പോൾ ഒരാൾ വരും. അവൾക്കായുള്ള കാത്തിരിപ്പില്ല ഞാൻ. ദേവ് അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ച് വീട്ടിലേക്ക് നടന്നു. നന്ദന അവൾ പോകുന്നു നോക്കിയെന്നു. അമ്മേ, സിദ്ധുവേട്ടൻ ഇനി വരില്ലെന്ന് ഇങ്ങോട്ടേക്ക്. അവളുടെ നിരാശയുള്ള പറച്ചിൽ കേട്ട് സ്കൂളിൽ പോകാൻ ഇറങ്ങിയ നന്ദ അവളെ നോക്കി. അതെന്താടി? സാവിത്രി കൈ തുഴച്ച് വന്നുകൊണ്ട് അവളോട് ചോദിച്ചു. സിദ്ധുവേട്ടനെ ചേട്ടൻ്റെ അച്ഛൻ കമ്പനിയുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചത്രേ. ബിസിനസ് നോക്കി നടത്താനാ ഉത്തരവ്. അത് നല്ലതല്ലേ? ഇങ്ങനെ കാള കാഴ്ച നടക്കുന്നതിനേക്കാൾ അതെ എന്ത് അന്തസ്സുണ്ട്. സിദ്ധുവേട്ടൻ ഉള്ളപ്പോൾ എന്ത് രസമായിരുന്നു. ഇനി പഴയതുപോലെ ഷോകായി. ദൈവത്താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. നന്ദ ബാഗും എടുത്തിറങ്ങി. 2 ദിവസത്തെ കടം കിടക്കുമല്ലേ? അവൾ രാവിലെ ഇറങ്ങി. സാവിത്രി ഒന്ന് പിറുപിറുത്തു. നന്ദ മറുപടി ഒന്നും പറയാതെ ബാഗും എടുത്ത് വെളിയിലേക്ക് നടന്നു. സന്ധ്യക്ക് പിന്നെ തിരിച്ചു വന്നോണം. മാമനുള്ളതാ. വെറുതെ ചേട്ടൻ്റെ വായിലിരിക്കുന്ന കേൾക്കാതെ. മാമനുണ്ടെങ്കിൽ എനിക്കെന്താ കുഴപ്പം? എനിക്ക് അവളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മ പേടിച്ചോളൂ, പക്ഷെ ഞാൻ പേടിക്കില്ല. ഞാൻ കൊച്ചു കുട്ടിയല്ല അമ്മ. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നന്ദ അതും പറഞ്ഞ് സ്കൂട്ടർ തിരിച്ചു. അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ? ഇനി ആ മാറിനെ തിരിച്ചു പോകുന്നവരെ ഇവിടെ സമാധാനം കിട്ടില്ല. ദേവ് സ്വയം പറഞ്ഞ് കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അമ്മ എന്താ ഒന്നും കഴിച്ചില്ലേ ഇത്രയും ദിവസം? ക്ഷീണിച്ചു കിടക്കുന്ന ശ്രീദേവിയെ കൈതലത്തിൽ തഴുകിക്കൊണ്ട് നന്ദ ചോദിച്ചു. ഒരു വക കഴിക്കില്ലായിരുന്നു ചേച്ചി. ചേച്ചി പോയതിൽ പിന്നെ ആകെ മൂടിക്കെട്ടി ഇരിപ്പായിരുന്നു. എന്തേലും കൊടുത്താൽ പിന്നെ കഴിക്കുമെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. കീർത്തു അല്പം ദേഷ്യത്തോടെയാണ് നന്ദയോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്രീദേവി കീർത്തുവിന് ഒരുപാട് ഇഷ്ടമാണ്. സ്വന്തം അമ്മയെപ്പോലെയാണ് അവൾ ശ്രീദേവിയെ നോക്കുന്നത്. എന്താ ഇത് ദേവിയമ്മേ? 2 ദിവസം ഞാൻ മാറി നിന്ന് കരുതി ഇങ്ങനെ പട്ടിണി കിടന്നാൽ ശരിയാകുമോ? നാളെ വയ്ക്ക് ഞാനങ്ങ് മരിച്ചുപോയാൽ? മോളെ, നന്ദയെ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ശ്രീദേവി ഞെട്ടിലോടെ വിളിച്ചു പോയി. പിന്നെ ഞാൻ എന്താ പറയാ? വയ്യാഞ്ഞതല്ലേ? മരുന്നൊക്കെ സമയത്ത് കഴിക്കേണ്ടല്ലേ? നന്ദ ശ്രീദേവിയുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. നന്ദ ചോറെടുത്ത് ചെറിയ ഉരുളകളാക്കി ശ്രീദേവിയുടെ വായിൽ വെച്ചു കൊടുത്തു. അരിസനുള്ള കുട്ടിയെപ്പോലെ അവർ അത് കഴിക്കുന്നത് കീർത്തു നോക്കി നിന്നു. ഗോകുലിന്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് അവൾ അവന് ചുറ്റിലും നോക്കി. കരിയിലകളാൽ മൂടിക്കിടപ്പുണ്ട്. അവൾ ഓരോ ഇലയും നുള്ളിപ്പെറുക്കി മാറ്റി. അവന് ചുറ്റിലും നട്ടിരുന്ന തെച്ചിയും ചെമ്പരത്തിക്കും മന്ദാരത്തിനും ചെമ്പകത്തിന്റെ ചുവട്ടിലും വെള്ളമൊഴിച്ചു. 2 ദിവസം കൊണ്ട് ചെടികളെല്ലാം നന്നായി വാടിയിരുന്നു. എന്നെ വല്ലാണ്ട് മിസ് ചെയ്തല്ലേ? ഞാനല്ലാണ്ട് ആരെ ഇങ്ങോട്ട് വരിക അല്ലെ ഗൂഗിലേട്ടാ? അവൾ അവനോട് ചോദിച്ചു. കീർത്തുവിന് പേടിയാണ് അവിടെ പോകുന്നത്. ഗൂഗിളിനെ അടക്കം ചെയ്തെടുത്ത് അവൾ പോകാറില്ല. ചുടലയുടെ ചുവട്ടിലിരുന്ന് അവനെ നേരിട്ട് കാണുന്ന പോലെ സംസാരിക്കുന്ന നന്ദയെ പകപ്പോടെ മാത്രമേ അവൾ നോക്കിയുള്ളൂ. ഈ ലോകത്ത് മറ്റുള്ളവർക്ക് ഗൂഗിൾ മരണപ്പെട്ടവനാണെങ്കിലും നന്ദയ്ക്കും ശ്രീദേവിക്കും മാത്രമാണ് അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവിടെ വല്ലാത്ത മടുപ്പായിരുന്നു ഗൂഗിലേട്ട. തിരക്കും ബഹളവും പിന്നെ സിദ്ധുവിൻ്റെ അമ്മ എന്നോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നതും എനിക്കെന്തോ ബുദ്ധിമുട്ടുണ്ടാക്കി. അതാ വേഗം തിരിച്ചു വന്നേ. ഇപ്പോഴേട്ട മനസ്സൊന്ന് തണുത്തേ. നന്ദ അവനോട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും കേട്ടു നിന്ന ഗൂഗിളിൻ്റെ അച്ഛൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. ഉമ്മറത്തെ ചാരുകസേരയിൽ വർദ്ധിച്ച ഹൃദയഭാരത്തോടെ അദ്ദേഹം ചാരിക്കിടന്നു. നീ പോയപ്പോൾ ആ കുട്ടിയുടെ ഹൃദയവും മനസ്സും കൂടി കൊണ്ടുപോയലടാ മോനെ. അവൾക്ക് മറ്റൊരു ജീവിതം ഇനി എങ്ങനെ ഉണ്ടാകും? എന്തിനാണ് നീ പോയത്? പട്ടാളത്തിൽ ചില ഇത്രയും കഷ്ടപ്പെട്ട് നീ പോയത് എന്നേക്കുമായി ഇങ്ങനെ ഒരു തീരാ നോവ് നൽകാനായിരുന്നു. നീ മരണത്തിന് കീഴടങ്ങിയിട്ടും ജീവിച്ചിരിക്കുന്ന ഒരുവളുടെ മരണം കൂടി കാണുവാടാ ഈ വൃദ്ധന്. ഈ കുടുംബത്തിന്റെ കണ്ണുനീരി കൂടി കാണേണ്ടി വന്നല്ലോ ഈശ്വര. ഹൃദയം പൊട്ടുമാറും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കണ്ണുകൾ മുറുക്കി അടിച്ചു കിടന്നു. അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെടുന്ന പോലെ മറ്റൊരു വേദനയുണ്ടോ? തോർത്തുകൊണ്ട് കണ്ണുകൾ ഒപ്പി അദ്ദേഹം സ്വയം പറഞ്ഞു. നന്ദ പോയി കഴിഞ്ഞപ്പോൾ ഗൂഗിളിന്റെ അച്ഛൻ ശ്രീദേവിയുടെ അടുത്തേക്ക് വന്നിരുന്നു. ദേവി, നീ ഇങ്ങനെ വാശി കാണിക്കരുത് കേട്ടോ. നന്ദയെ പിടിച്ചു നിർത്താനുള്ള ഒരു കാരണവും നമുക്ക് ഇപ്പോൾ ഇല്ല. നമ്മളോടുള്ള അടുപ്പം കൂടുതൽ കാരണമാണ്
ആ കുട്ടി മറ്റൊരു ജീവിതം പോലും തിരഞ്ഞെടുക്കുന്നത്? അവൾക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് നിനക്ക് ആഗ്രഹമില്ല ദേവി? നമ്മുടെ മകൻ്റെ വിവാഹിതയാകാത്ത വിധവയായി അവൾ ജീവിതം തള്ളി നീക്കണമെന്നാണോ നിന്റെ ആഗ്രഹം? ശ്രീദേവി കണ്ണു നിറച്ചെല്ലെന്ന് തലയാട്ടി. നിനക്ക് വേണ്ടി സ്വന്തം കുടുംബത്തെ പോലും മറന്നിട്ട അവൾ ഇവിടേക്ക് ഓടി വരുന്നത്. അവൾ നിനക്ക് ആവശ്യമാണെന്ന് തോന്നലുണ്ടാകുമ്പോൾ ഇവിടെ വിട്ട് അവൾ ഒരിടത്തും പോകില്ല. ഇതിപ്പോ നീ പട്ടിണി കിടക്കുമ്പോൾ അവൾക്ക് സമാധാനമായി എവിടെയെങ്കിലും നിൽക്കാനാകുമോ? നീ ഒരു അമ്മയല്ലേ? മറ്റൊരമ്മയുടെ കണ്ണുനീരെ കൂടി നമ്മൾ കാണണ്ടേ? നന്ദയെ നമ്മൾ നകറ്റിയേ തീരൂ. ഇല്ലെങ്കിൽ അവൾ ഒരിക്കലും മറ്റൊരു ജീവിതത്തിൽ കാലെടുത്ത് വെക്കില്ല. നമ്മുടെ മോനെ പോയി ആ കുട്ടിയുടെ ജീവിതം കൂടി നമ്മൾ കാരണം ഇല്ലാതാക്കരുത്. ഞാൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തെന്ന് വരും. നീ അതിലൊന്നും തലയിടുകയോ എതിർക്കുകയോ ചെയ്യരുത്. അത്രയ്ക്ക് വേദനയുണ്ടടി എൻ്റെ മനസ്സിൽ. ഇടറിയ വാക്കുകളോടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുറിക്ക് പുറത്തിറങ്ങുമ്പോൾ ശ്രീദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കീർത്തുവിൻ്റെ ചുമലിൽ മുഖം അമർത്തിയിരുന്നു. സ്കൂളിലെത്തിയ നന്ദയെ കാത്ത് സ്റ്റാഫ് റൂമിൽ ശ്രീരാഗിരിപ്പുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നന്ദൻ സാറേ? കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചോ? ചന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന് ചിരിയോടെ ചോദിച്ചു. ഓ, എല്ലാം കഴിഞ്ഞു. അല്ല, നന്ദ ടീച്ചർ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ കഴിഞ്ഞു സാറേ അതിനൊന്ന് മെരുക്കിയെടുക്കാൻ? ചന്ദ്രന്റെ അർത്ഥം വെച്ചുള്ള ചോദ്യത്തിൽ നന്ദൻ അയാളെ കൈകെട്ടി കസേരയിൽ ചാരിയിരുന്നു കൊണ്ട് നോക്കി. നന്ദന്റെ നോട്ടത്തിൽ അയാളൊന്ന് പതറിപ്പോയി. അത് സാറേ ഞാൻ ഉദ്ദേശിച്ചത്. ഇയാൾ തൽക്കാലം കൂടുതൽ ഉദ്ദേശിക്കേണ്ട, താൻ പോകാൻ നോക്ക്. നന്ദന്റെ മുഖത്ത് ദേഷ്യം നിറയുന്ന കണ്ട് രംഗം പന്തിയല്ലെന്ന് കണ്ട് ശ്രീരാഗിനെ ഒന്ന് നോക്കിയിട്ട് ചന്ദ്രൻ അവിടെ നിന്ന് വലിഞ്ഞു. കരുൺമാഷ് അയാളെ പുച്ഛത്തോടെ നോക്കി. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും നേരെ ആവില്ല. അതാ ആ പോയവന്റെ അവസ്ഥ. കരുൺമാഷ് അതും പറഞ്ഞുകൊണ്ട് ബല്ലടിച്ചപ്പോൾ ടെക്സ്റ്റും എടുത്ത് ക്ലാസ്സിലേക്ക് നടന്നു. ശ്രീരാഗ് സാറിന് ഈ അവർ ക്ലാസ് ഇല്ലേ? ഇല്ല, വല്ലാത്ത തലവേദന. എൻ്റെ അവർ ഞാൻ സിദ്ധ ടീച്ചറിന് കൊടുത്തു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം കയറാമെന്ന് കരുതി. സുദീപ് സാർ ചോദിച്ചപ്പോൾ ശ്രീരാഗ് മറുപടി പറഞ്ഞു. ഇപ്പം നന്ദനും ശ്രീരാഗും മാത്രമായിരുന്നു അവിടെ ബാക്കിയായത്. ശ്രീരാഗ് എണീറ്റ് നന്ദന്റെ മുന്നിൽ കസേര വലിച്ചിട്ടു അവനെ നോക്കിയിരുന്നു. നന്ദൻ സംശയത്തോടെ അവനെ നോക്കി.